പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. മന്ത് ഓഫ് യൂണിറ്റി എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഒരു ദിവസം സർവശക്തനായ ദൈവം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ദാനം തന്നു. അതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹീതമായ പകൽക്കാലം ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ശ്രദ്ധയെ തിരുവചനത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14, അപ്പോസ്തല പ്രവൃത്തി 2:1, അപ്പോസ്തല പ്രവൃത്തി 2:41 വാക്യങ്ങൾ. ഈ 3 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിഞ്ഞു പോന്നു. പ്രവൃത്തികൾ 2:1. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. പ്രവൃത്തികൾ 2:41. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരിലൂടെ ദൈവം ചെയ്തെടുത്ത ദൈവിക പദ്ധതിയുടെ വർണ്ണന. അപ്പോസ്തല പ്രവൃത്തി, അപ്പോസ്റ്റലോസ് എന്നത് അയക്കപ്പെട്ടവർ എന്ന് നാം പഠിക്കുന്നു. അപ്പോൾ പ്രവൃത്തികൾ, അതിന് മൂലപദം പ്രാക്സൈൻസ് എന്നാണ്. പ്രാക്സൈൻസ് എന്ന മൂലപദത്തിൻ്റെ തനതായ അർത്ഥം ഒരു മഹാരഥൻ്റെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ചെയ്തികളുടെയും പ്രവൃത്തികളുടെയും വർണ്ണനയാണ് പ്രാക്സൈൻസ്. ഒരുപാട് പേരുടെ അല്ല, ഒരു മഹാരഥൻ്റെ. ആ ഒരു മഹാരഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെ. പരിശുദ്ധാത്മാവിൻ്റെ എടുത്തു പറയത്തക്കവണ്ണമുള്ള ചെയ്തികളുടെയും പ്രവർത്തനങ്ങളുടെയും സമാഹാരമാണ് പ്രവൃത്തികളുടെ പുസ്തകം. അതിൽ 1-2 അധ്യായങ്ങൾ ദൈവസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല് പിന്നിടുന്ന ഭാഗമാണ്. അവിടെ വായിക്കുന്നു, ഈ അനുഗ്രഹിക്കപ്പെട്ട ടൈറ്റിലിനോടനുബന്ധമായി തന്നെ അവിടെ ചില വാക്കുകൾ ചിന്തനീയമാണ്. അവരെല്ലാവരും അവരോട് കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അവരെല്ലാവരും അവരോടുകൂടെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരാരായിരുന്നു എന്നതും അവരോടുകൂടെ എന്ന പദവും എല്ലാം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കൂട്ടമാണ് ഒരു ഭാഗം. മറ്റൊന്ന് കുറേ സ്ത്രീകളുടെയും യേശുവിൻ്റെ അമ്മയുടെയും കൂട്ടമാണ്. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ആ ഒരു സ്ഥലം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ സെഹിയോൻ മാളിക മുറിയിൽ അവരൊരുമിച്ച് കൂടിയിരുന്നു. സ്തോത്രം. ദൈവസഭയുടെ ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഐക്യതയെ വെളിപ്പെടുത്തിയിരിക്കുക. അവരെല്ലാവരും എന്ന പദം ആരൊക്കെയാണ്? ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതഗതിയും അവരുടെ വിളിയും അവരുടെ സാഹചര്യമൊക്കെ ഇഴകീറി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന പച്ചയായ യാഥാർത്ഥ്യം, അവരൊരുമിച്ച് കൂടുന്ന പ്രകൃതമുള്ളവരല്ല. കാരണം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകൾ കർത്താവ് പെസഹ ആചരണത്തിന് വേണ്ടി മാളികമുറിയിലേക്ക് പ്രിയ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ്. അവരവിടെ ചെല്ലുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ചിന്ത ഉയരുന്നതായി കർത്താവിന് മനസ്സിലായി. ആരാ വലിയവൻ, ആരാ ചെറിയവൻ? അങ്ങനൊരു ചിന്ത അവിടെ ഉടലെടുക്കാൻ കാരണം യഹൂദൻ്റെ പെസഹ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യതയുള്ളതാണ്. യഹൂദൻ്റെ പെസഹായ്ക്ക് പാദം കഴുകൽ എന്ന ശുശ്രൂഷ ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ആരാണോ പെസഹായ്ക്ക് ക്ഷണിച്ചത്, ആ ക്ഷണിച്ചയാളുടെ അടിമ ക്ഷണിക്കപ്പെട്ടവരുടെ പാദം കഴുകണമെന്നാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ നസ്രനാഥൻ്റെ വിളികേട്ട് വന്ന ശിഷ്യന്മാർ ആ മാളികമുറിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ ഉയർന്ന ചിന്ത, ആരാണ് പാദം കഴുകുക? ആരാണ് നമ്മുടെ ഇടയിൽ അടിമയായിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ആരും ചെറുതാകാനോ ആരും അവൻ ശുശ്രൂഷ ചെയ്യുവാനോ ഒരുക്കമുള്ളവരല്ല. വിവിധ ചിന്താഗതിയുള്ളവരാണ്. അതിൽ എടുത്തു പറയത്തക്കവണ്ണം ചിലത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ പെസഹ ആചരണ മാളികമുറിയിൽ യൂദയെക്കുറിച്ച് രേഖപ്പെടുത്തവൻ കള്ളനാണ്, പണസഞ്ചി അവൻ്റെ കയ്യിലാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇനി പത്രോസ് എന്ന് പറയുന്നത് എടുത്തുചാട്ടക്കാരനാണ്. ഇനി മാത്രമല്ല, ഇടിമക്കളായ യാക്കോബും യോഹന്നാനും അധികാരമോഹികളാണ്. ദീദിമോസ് അവിശ്വാസം അകത്തുള്ളയാളാണ്. ഇങ്ങനെ വിവിധ ചിന്താഗതികളുള്ള ഒരു കൂട്ടമാണ് ഇവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ
ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കാൻ ഒരുമ്പെട്ടത്. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ പ്രാർത്ഥനാ നിരതരായി ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ ഈ മാസം പൗരുഷനൊരുക്കിയ ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് തന്നെയാണ് നിസ്തർക്കം. കാരണം ഇവിടെ ഇതാ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നടന്ന വിടുതലാണ് ദൈവസഭയുടെ ചരിത്രം കുറിക്കാൻ കാരണമായത്. അങ്ങനെങ്കിൽ ആരംഭ ദൈവസഭയുടെ ചരിത്രം എഴുതുമ്പോൾ അവിടെ നടന്ന അത്ഭുതത്തിൻ്റെ, മാളികമുറിയിലെ മഹാത്ഭുതത്തിൻ്റെ അടിത്തറയിൽ ഐക്യതയാണ് നിഴലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ ഈ തിരുവചനത്തെ ഞാനൊന്ന് പൊരുത്തിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ ഇതുവരെ നടക്കാത്ത ചില ചരിത്രത്താളുകൾ കുറിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശ പടർന്ന മേഖലകളിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കരിനിഴൽ വീണ മേഖലകളിൽ, പരാജയത്തിൻ്റെ മേഖലകളിൽ ഒരു പുതിയ ചരിത്രം എഴുതി തുടങ്ങാൻ കഴിയുന്ന ഒരു അനുഗ്രഹീതമായ ചിന്തയാണ് യൂണിറ്റി, ഐക്യത. ഒരുമനപ്പെട്ട് ഒരുമിച്ചുകൂടി ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ നടന്ന അത്ഭുതം വർണ്ണനാതീതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. എവിടെ പ്രാർത്ഥിച്ചു? മാളികമുറിയിൽ പ്രാർത്ഥിച്ചു. ഈ സഹിയോൻ മാളികമുറിയിൽ അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇവർ വിവിധ ചിന്തകളും വിവിധ സാഹചര്യങ്ങളും വിവിധ പ്രശ്നങ്ങളുടെ സമ്മർദ്ദമൊക്കെ പേറിയാണ് ആയിരിക്കുന്നത്. അവരെ അതിലേക്ക് നയിച്ചത്, അവരെ അതിലേക്ക് നിർബന്ധിച്ചത് എന്താ? 40 ദിനരാത്രം ഉയർത്തെഴുന്നേറ്റ അനന്തരം 40 ദിനരാത്രം ശിഷ്യന്മാരോട് കൂടെ നസ്രായൻ കൂടെ ഇരുന്ന് ദൈവരാജ്യത്തിൻ്റെ മഹനീയമായ മർമ്മങ്ങൾ അവർക്ക് നന്നായി പറഞ്ഞു പഠിപ്പിച്ചെടുത്ത ശേഷം ഇതാ ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കരേറും മുൻപ് അവരോടായി പറഞ്ഞ ഏറ്റവും വലിയ 2 വാക്യങ്ങൾ, ഏറ്റവും മഹനീയമായ ദൂത് ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 പ്രവർത്തികൾ 1:4 ആ 2 വാക്യങ്ങൾ ഒന്ന് ചേർത്താൽ വളരെ അർത്ഥവത്തായ ചിന്ത ലഭിക്കും. അതെന്താണെന്നല്ലേ? വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എവിടെ കാത്തിരിക്കണം? പ്രവർത്തികളുടെ പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തുകൊണ്ട് ഇവർ ഒരുമിച്ച് കൂടാൻ മാളികമുറി തെരഞ്ഞെടുത്തു? കാരണം ഈ സഹിയോൻ മാളികമുറി ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മർക്കോസിൻ്റെ തന്നെയാണ്. ഇവർ ഈ മാളികമുറിയിൽ കയറാൻ കാരണം നസ്രായൻ കൊടുത്ത അവസാന ആഹ്വാനമെന്ന് പറയുന്നത് യെരൂശലേമിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടു പോകരുത്. ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, മാളികമുറിയിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് പോകരുത്. മാളികമുറിയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോകാവൂ. ഈ അനുഗ്രഹീതമായ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ എന്തിന് മാളികമുറിയിലേക്ക് അവർ വന്നു? എന്തിന് മാളികമുറി തിരഞ്ഞെടുത്തു? ഉത്തരം ലളിതമാണ്. മാളികമുറിയാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്നത്. മാളികമുറിയുടെ പുറത്ത് ഉള്ള ഒരു കൂട്ടമുണ്ട്. നിങ്ങൾ മാളികമുറിയുടെ അകത്താണ്. മാളികമുറിയുടെ അകത്തുനിന്ന് നിങ്ങൾ ഇറങ്ങണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ മാളികമുറിയിൽ തന്നെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാളികമുറിയിൽ എത്ര ദിവസം, ക്ലിപ്തമായ ദിവസങ്ങളല്ല പറയുന്നത്. നിങ്ങൾ ഇരിക്കണം. എപ്പോൾ വരെ? എന്നുവരെ എന്നതല്ല, എപ്പോൾ വരെ? ശക്തി ധരിക്കുവോളം. അതിൻ്റെ അർത്ഥം ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കാതെ ഈ മാളികമുറിയിൽ നിന്ന് ഞങ്ങൾ പോകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഈ മാളികമുറിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ പ്രസംഗിക്കാൻ പോകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ അത്ഭുതത്തിന് വേണ്ടി ഇറങ്ങുകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ ജോലിക്ക് പോകയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ പ്രയത്നത്തിന് വേണ്ടി ഇനി ഇറങ്ങില്ല.
ഇതാകട്ടെ ഓരോ ദൈവ പൈതലിൻ്റെയും പ്രാർത്ഥന. ഇന്ന് ഈ പകലിൽ ഈ സന്ദേശത്തോട് ചേർന്നിരിക്കുമ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നൊന്ത് നീറിയ ഹൃദയത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇടനെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കേണ്ടത് ഏതെങ്കിലും ഭൗതിക നേട്ടം ആമൻ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയേക്കാൾ നീറുന്ന മനമോടെ ആമൻ നിറയുന്ന മിഴികളോടെ ഇരിക്കുന്നിടത്തിരുന്നൊന്ന് പ്രാർത്ഥിക്കണം. കുഞ്ഞെ, ഉയരത്തിരുന്ന് ശക്തിയില്ലാതെ ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ എഴുന്നേൽക്കത്തില്ല. ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി തരാതെ ഞാൻ ഇന്ന് ഈ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങുകയില്ല. കാരണം ഇത്ര ആഴമായി കർത്താവ് ഇവരോട് ഇത് പറയാനുള്ള കാരണം എന്താ? കാരണം കർത്താവ് പറയുന്ന പദം യോഹന്നാൻ 16:1 നിങ്ങളെങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ ഇത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൊല്ലും. ഞാൻ പോയി കഴിഞ്ഞാൽ യാഗമൃഗത്തോടെന്ന പോലെ നിങ്ങളോട് ഇടപെടും. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്നായ്ക്കളുടെ നടുവിലകപ്പെടും. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കെതിരാകും. ഞാൻ പോയി കഴിഞ്ഞാൽ ലോകം നിങ്ങൾക്കെതിരാകും. ഞാൻ പോയി കഴിഞ്ഞാൽ ലോകം നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഞാൻ പോയി കഴിഞ്ഞാൽ ദുർഘട സമയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾക്ക് കഴിവ് കൊണ്ടോ കരുത്ത് കൊണ്ടോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എനിക്ക് പുറത്തുള്ളവരെ അറിയാം. മാളികമുറിയുടെ പുറത്തുള്ള ജനത്തെ എനിക്ക് നന്നായി അറിയാം. എനിക്ക് വേണ്ടി ആമേൻ മുൾക്കിരീടം പണിതെടുത്തവരാവര്, എനിക്ക് വേണ്ടി ക്രൂശ് തയ്യാറാക്കിയവരാവര്, എൻ്റെ അങ്കി പകുത്തെടുത്തവരാവര്, എൻ്റെ കന്ന തടിച്ചവരാണവര്, എൻ്റെ താടിരോമം പിടിതെടുത്തവരാണവര്, എന്നെ അപമാനിച്ചവരാണവര്, എന്നെ ബേൽസബൂൽ എന്ന് വിളിച്ചവരാണവർ. അവർ എന്നോട് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നാലെ ഇറങ്ങിയ, എൻ്റെ വാക്ക് കേട്ടിറങ്ങിയ, എൻ്റെ കൂടെ ഇറങ്ങിയ നിങ്ങളോടും ഇതിൽ ക്രൂരമായിട്ടായിരിക്കും അവരിടപെടുന്നത്. അതിൻ്റെ നടുവിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ കഴിവ് കൊണ്ടോ കരുത്തുകൊണ്ടോ മിടുക്ക് കൊണ്ടോ പഠിപ്പ് കൊണ്ടോ കായിക ബലം കൊണ്ടോ കഴിയില്ല. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ മാളിക മുറിയിലിരിക്കണം. കർത്താവിൻ്റെ വേലക്കാരെ, ജീവിതത്തിൽ ഇരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ എങ്ങനെയെന്ന ചോദ്യം ഉയർത്തി തളരാതെ ഇന്ന് പകൽ നീ ആയിരിക്കുന്ന ഇടത്ത് ഒന്ന് പ്രാർത്ഥിക്ക്. ഉയരത്തിൽ നിന്ന് എനിക്ക് ശക്തി വേണമെന്ന്. നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇടത്ത് നിനക്ക് നേരെ ചീറിയെടുക്കുന്ന സാത്താൻ്റെ വെല്ലുവിളികളെ കണ്ട് തളർന്നു പോകാതെ പ്രാർത്ഥിക്ക്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെയുള്ളൂ പ്രതികൂലത്തിന് നിന്റെ മേൽ ആയുസ്. നിന്റെ മേൽ ഇന്ന് പല്ലിളിക്കുന്ന വെല്ലുവിളികൾക്ക് നിന്റെ മേൽ ആഹ്വാനം നടത്താൻ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, അർത്ഥാൽ ഉയരത്തിൽ നിന്ന് ഉടയവന്റെ സാന്നിധ്യം നിന്റെ മൺകൂടാരത്തിൽ ഇറങ്ങുന്നത് വരെ പ്രതികൂലത്തിന് ആയുസുള്ളൂ. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ, ആരാധിക്കാൻ കഴിയുമോ ഞാൻ അറിയുന്നുണ്ട്. ഇന്ന് പകൽ ഈ സന്ദേശം വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ചില വ്യക്തികളുടെ ജീവിതഗതി മാറി മറിയുകയാണ്. ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ തന്നെ പരിശുദ്ധാത്മാവുമായി ചില വ്യക്തികൾ കണക്റ്റ് ആകുന്നുണ്ട്. ആരും തൊടാതെ ദൈവത്തിൻ്റെ കരം നിന്നെ തൊടുകയാണ്. കിടക്കയിൽ അഭയം പ്രാപിച്ച് നീ എല്ലാം അവസാനിച്ചെന്നല്ലേ പറയുന്നത്? അവസാനിച്ചിട്ടില്ല. ഇത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ മാളിക മുറിയാണ്. ഇതുവരെ നീ കാണാത്ത ഒരു പുതിയ ചരിത്രം നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ ദൈവിക പദ്ധതിയുടെ ഒരു മാളിക മുറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ മാളിക മുറിയിലേക്ക് കയറിയവർ അവരുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ട ഏറ്റവും വലിയൊരു ദൃഢപ്രതിജ്ഞയാണ് ഒരുമനപ്പെടുക. സ്തോത്രം. മാളിക മുറിയിലേക്ക് ലഭിക്കുന്ന ആഹ്വാനം അത് കേട്ട് പ്രവേശിച്ചത് ശരിയാണ്. ഒരുമനപ്പെടുക. അവർ ഒരുമിച്ചു, അവർ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. 3 വിധത്തിലാണ് ആ വാക്കിൻ്റെ അർത്ഥവ്യാപ്തി. ഒരുമനപ്പെട്ടു അർത്ഥാൽ മനസ്സുകൊണ്ട് ഒന്നായി. സ്തോത്രം. അവർ ഒന്നിച്ചു, ശരീരം കൊണ്ട് അവർ ഒന്നായി. പിന്നീടാണ് പ്രാർത്ഥന ഉയർന്നത്. ഇന്ന് പകൽക്കാലം പലരും ചോദ്യത്തോടായിരിക്കുന്നത്.
പ്രശ്നങ്ങളുടെ നടുവിൽ തളർന്നാണ് ഈ സന്ദേശത്തിലേക്ക് വന്നത്. വഴികളൊക്കെ അടഞ്ഞു. കോവിഡ് ഉയർത്തിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ നഷ്ടങ്ങളുടെ കണക്കും പേറിയാണ് നീ ആയിരിക്കുന്നത്. കോവിഡ് ഉയർത്തിയ സൈഡ് എഫക്റ്റ് നിമിത്തം ശാരീരികമായി ബലഹീനപ്പെട്ടിട്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന ചോദ്യത്തിൽ, ആരോട് ഞാനിത് പറയുമെന്ന ചോദ്യത്തിൽ ഈ സന്ദേശത്തോട് ചേരുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിനക്ക് വേണ്ടി ഒരുക്കിയ മാളികമുറിയാണ്, മന്ത് ഓഫ് യൂണിറ്റി. മാളികമുറിയിലേക്ക് നിന്നെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ഒന്ന് ഒരുമനപ്പെടാൻ, നീ ഒന്ന് ഒന്നിക്കാൻ. ഇതിന് ശേഷമാണ് നിന്റെ പ്രാർത്ഥന ഉയരേണ്ടത്. എങ്ങനെ ഒരുമനപ്പെടുക എന്ന പദത്തെ വ്യാഖ്യാനിക്കേണ്ടത്? പലരും ശാരീരികമായി ഒരുമിക്കുന്നുണ്ട്, പക്ഷേ മാനസികമായി അകന്ന. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില കുടുംബജീവിതങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഭാര്യയും ഭർത്താവുമാണ്, പക്ഷേ മാനസികമായി ആ ഐക്യത നഷ്ടപ്പെട്ടിട്ട് മനസ്സുകൊണ്ട് വിവാഹമോചനം നടത്തിയിട്ട് ശരീരം കൊണ്ട് മാത്രം ഒരു കൂടാരത്തിൻ്റെ കീഴിൽ കഴിയുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ചെറിയ ചില തെറ്റുകളും ചെറിയ ചില പരിഭവങ്ങളും ചെറിയ ചില പിണക്കങ്ങളും നിമിത്തം മനസ്സിൻ്റെ അകത്ത് മുറിപ്പെട്ട് അകത്ത് കഴിയുന്നവരോട് ആത്മാവ് ഇടപെടുകയാണ്. ഒരു വലിയ വിടുതലിന് മുൻപ് നീ ഒന്ന് ക്ഷമിക്ക്, നീ ഒന്ന് താഴ്, നീ ഒന്ന് സഹകരിക്ക്, നീ ഒന്ന് വിട്ടുകൊടുക്ക്. ഒരു ക്ഷമാപണം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ചില പിണക്കങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നിന്റെ കൂടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവനോട്, നിന്റെ പ്രിയപ്പെട്ടവളോട് ഉള്ളു തുറന്ന് നീ ഒന്ന് സംസാരിക്ക്. ഒന്ന് തുറന്നൊരു വാക്കൊന്ന് പറ. ഒരു ചെറിയ വാക്കുകൊണ്ട് ആ പിണക്കമൊന്ന് പരിഹരിച്ച് ഒരുമനപ്പെടാൻ കഴിയുമോ? ഒരു വലിയ വിടുതൽ കാത്തിരിപ്പുണ്ട്. എന്നും നിനക്ക് താഴ്ചയല്ല, എന്നും നിനക്ക് കണ്ണുനീരല്ല, എന്നും നിനക്ക് ദുരിതമല്ല. ഇതിൽ നിന്ന് കയറാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന ദൂത. വലിയ പാപമൊന്നും നീ ചെയ്യുന്നില്ല, പക്ഷേ മാനസികമായി അടുപ്പം പുലർത്താൻ കഴിയാതെ ഇന്നും നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ആത്മാവ് വ്യക്തമായി ഉറപ്പിച്ചു പറയുകയാ, നീ തീരുമാനമെടുത്തേ പറ്റൂ. ഒരു ക്ഷമ പറ, നീ ഒന്ന് വിട്ടുകൊടുക്ക്, ഒന്ന് സമ്മതിച്ചു കൊടുക്ക്. നീ ഒന്ന് ക്ഷമ പറഞ്ഞാൽ, ഒരുമനപ്പെടാൻ തയ്യാറായാൽ നിന്റെ ചരിത്രം മാറി മറയുന്ന അത്ഭുതം ചെയ്യാൻ ദൈവം തയ്യാറാ. അതിനാ നിന്നെ ഈ സന്ദേശം കാണാൻ ഇരുത്തിയത്. 2, അവർ ഒന്നിച്ചു. മാനസികമായൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ശാരീരികമായി അടുക്കാൻ കഴിയാത്ത ചില മുറിവുകളും ചില സ്വഭാവങ്ങളും ചില ഇടപെടലുകളും. ഇന്ന് പകൽക്കാലം ഒരുമിക്കാൻ കഴിയുമോ? ഒന്ന് ചേരുവാൻ കഴിയുമോ? നിന്റെ കൂടിരിക്കുന്നതിന് കൈ കൊടുക്കാൻ പറ്റുമോ? ഐക്യതപ്പെട്ടാൽ അത്ഭുതം ചെയ്യുന്ന ദൈവം ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. മാളികമുറിയിൽ അവർ ഒരുമിച്ചു. അവർ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാ ദൈവത്തിൻ്റെ കരമിറങ്ങിയത്. മാളികമുറിയിൽ നടന്ന 4 അത്ഭുതങ്ങളുണ്ട്. 4 അത്ഭുതങ്ങൾ. മാളികമുറി കേൾക്കുമ്പോൾ ഒന്നാണെങ്കിലും മാളികമുറിയിൽ നടന്ന മഹാത്ഭുതം എന്ന് പറയുമ്പോൾ അത് ഒരുമനപ്പെട്ടു, ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന 4 അത്ഭുതങ്ങളിൽ ഒന്ന്. അതാണ് ഞാൻ വേഗത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ ആശിക്കുന്നത്. അതാണ് അപ്രവൃത്തികളുടെ പുസ്തകം 2:41 വാക്യം. അവൻ്റെ കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. പ്രിയരെ, മാളികമുറിയിൽ നടന്ന ഏറ്റവും വലിയൊരു അത്ഭുതം ഇതാ. എന്താണ് അത്ഭുതം? അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവൻ ഐക്യതയുടെ ആ മാളികമുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ വാക്ക് കൈക്കൊണ്ടു. അവൻ പത്രോസിന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവൻ്റെ വാക്ക് കൈക്കൊള്ള തക്കവണ്ണമുള്ളതായി മാറി. അവൻ പത്രോസാണെങ്കിൽ പത്രോസിൽ നടന്ന അത്ഭുതം എന്താ? മാളികമുറിയിൽ പത്രോസിനോടനുബന്ധമായി നടന്ന അത്ഭുതം, അവൻ്റെ വാക്തത്വത്തിൻ്റെ കുരുക്ക് അവിടെ അഴിഞ്ഞു. വാക്തത്വത്തിൻ്റെ കുരുക്കഴിയണമെങ്കിൽ പത്രോസ് വല്ല വാക്തത്വവും കേട്ടു. അതെവിടെയാ? ലൂക്കോസ് 5:10. പത്രോസിന്റെ ചരിത്രത്തിൽ ലൂക്കോസ് 5-ാം അധ്യായത്തിന് വളരെയേറെ പ്രാധാന്യതയാണ്. ആ ഭാഗം ഗലീല കടൽ, തിബരിയോസ് കടൽ, ഗന്നസരത്ത് തടാകമെന്ന് പേരുള്ള ഇടം. ചരിത്രം പരിശോധിച്ചാൽ ഏകദേശം 4000-ഓളം പടകുകൾ മത്സ്യബന്ധനം നടത്തിയിരുന്ന ഒരു ചെറു സ്ഥലം. അന്ന് ലൂക്കോസ് ഈ ചരിത്രം എഴുതുമ്പോൾ
4000 പടകുകൾ സന്ധിക്ക് മത്സ്യബന്ധനത്തിന് പോയി. 4000 പടകുകളും പ്രഭാതത്തിൽ തീരത്തെടുത്തു. മത്സ്യം വാങ്ങാൻ വന്നവർ, വിൽക്കാൻ വന്നവർ, അത് കാണാൻ വന്നവർ, വിവിധ കൂട്ടം ആ തീരത്തുണ്ട്. അങ്ങനെ എല്ലാവരും വേഗത്തിൽ മത്സ്യം വിറ്റ് ഭവനത്തിലെത്താൻ വെമ്പുമ്പോൾ ആ ഗന്നസരത്ത് തടാകത്തിൻ്റെ സമീപത്ത് 2 പടകുകൾ. അതിൻ്റെ സമീപത്ത് ഒരുവൻ കുനിഞ്ഞിരിക്കുക. അവനെ നിങ്ങൾക്കറിയാം, പേര് ശിമോൻ, ബെറിയോന ശിമോൻ. അവൻ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? വേദനയോടാണെന്നേ, ദുഃഖം കൊണ്ട്. കാരണം അവനുമുണ്ട് വീട്, അവനുമുണ്ട് പ്രിയപ്പെട്ടവർ, അവനുമുണ്ട് കാത്തിരിക്കുന്നൊരു കുടുംബം. പക്ഷേ അവിടേക്ക് ഈ പ്രഭാതത്തിൽ പോകാൻ അവൻ്റെ മനസ്സനുവദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ വേദനയോടെ അവനവിടെ നിൽക്കുക. ഭവനത്തിൻ്റെ പടി കടന്ന് ചെല്ലുമ്പോഴേ ഉയരുന്ന ചോദ്യത്തിന് ശൂന്യതയുടെ ആ കരം നീട്ടി നിരാശ പറയാൻ കഴിവില്ലാത്തതുകൊണ്ട് തൻ്റെ പടകിൻ്റെ സമീപത്ത് ആ നിറഞ്ഞ മിഴികളുമായി ശീമോൻ ഇരിക്കുമ്പോൾ ഇന്ന് പകൽ ശീമോനോടൊരു ദൂതുണ്ട് കേട്ടോ. ഈ യഹൂദ മണൽ വിരിച്ച പെരുമാറിൽ കൂടെ ഒരുവൻ ദാ വരുന്നുണ്ട്. അവൻ വരുന്നത് 3998 നിറഞ്ഞ പടകിനെ ഒഴിവാക്കിയാ വരുന്നത്. അവൻ്റെ പേര് നസറായൻ. അവൻ ആരെ തേടിയാ വരുന്നതെന്നറിയാമോ? ഒഴിഞ്ഞ പടകിൻ്റെ സമീപത്ത് ഇടറുന്ന മനമോടിരിക്കുന്ന ശീമോനെ നിന്നെ തേടിയാ. ഇന്ന് പകൽ ആത്മാവ് ഒരു ദൂത് പറയുകയാ കേട്ടോ. എല്ലാം നഷ്ടപ്പെട്ടു, പ്രതീക്ഷകളെല്ലാം കൈമോശം വന്നു, സാമ്പത്തികമായ ബാധ്യത തലമേൽ കയറി, ഇനി രക്ഷപ്പെടാൻ വഴിയില്ലെന്ന് നൊമ്പരപ്പെട്ട ചില ചോദ്യങ്ങൾ നിമിത്തം പരാജയമെന്ന് പറയുന്നവരോട് ആത്മാവ് പ്രവചിക്കുക, നിന്നെ തേടി എൻ്റെ യേശു വരികയാ. നിന്റെ ജാതിയോ നിന്റെ മതമോ നിന്റെ വർഗമോ നിന്റെ കുടുംബമോ നോക്കാതെ, നിന്റെ അവസ്ഥ കണ്ട്, നിന്റെ സാഹചര്യം കണ്ട്, നിന്നെ കൈവിടാൻ മനസ്സില്ലാതെ എൻ്റെ നസറായൻ ഇന്ന് നിന്റെ അരികിൽ അണഞ്ഞിട്ടുണ്ട്. ശീമോൻ്റെ അരികിലെത്തിയ നസറായൻ ശീമോനോട് ആവശ്യപ്പെട്ടത്, ശീമോനെ മത്സ്യബന്ധനത്തിന് വലയിറക്കണം. ശീമോൻ പറയുന്ന വാക്ക്, ഗുരുവേ, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചതാ, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്താ വാക്കിൻ്റെ അർത്ഥം? ശീമോൻ പറയുന്നത്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന് ആകത്തുക. ശീമോൻ പറയുന്നതേ, എൻ്റെ ഗുരുവേ, മീൻ കിട്ടാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളും എനിക്കറിയാം. ഞാൻ ജനിച്ചത് ഈ തീരത്ത, പിച്ച വെച്ചത് ഈ തീരത്ത, നീന്തൽ പഠിച്ചത് ഈ കടലിലാണ്. എനിക്കിപ്പോൾ 30 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് എനിക്ക് ഈ കടലിനെ നന്നായി അറിയാം. എവിടെ മീൻ കിട്ടുമെന്നറിയാം, എത്ര ആഴമുണ്ടെന്നറിയാം, എവിടെ വീശിയാൽ ഏത് മത്സ്യം ലഭിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ എക്സ്പീരിയൻസിലാണ് കഴിഞ്ഞ രാത്രി മുഴുവനും ഞാൻ വല വീശിയത്. പക്ഷേ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന്. എന്താ ഈ വാക്കിൻ്റെ പ്രത്യേകത? ശിമോനെ, നിന്റെ എക്സ്പീരിയൻസ് തോറ്റ് നിൽക്കുക, അത് ശരിയാ. പക്ഷേ ഇപ്പോൾ നിന്റെ പടകിൽ നിൽക്കുന്നവനെ നീ ഒന്ന് അറിയണം. ഈ നിൽക്കുന്നവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ശിമോനെ? എല്ലാവരെയും പോലെ ഉള്ളൊരുവനല്ല. ഇന്നലെ വരെ നിന്റെ പടകിൽ യേശു ഇല്ലായിരുന്നു. യേശുവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്നലെ വരെ നിന്റെ എക്സ്പീരിയൻസിൽ വീണവല്ല, ശൂന്യതയിലാണ് വീണത്. അവിടുന്ന് നിനക്ക് കിട്ടിയത് ശൂന്യതയിൽ നിന്ന് ഇല്ലായ്മ മാത്രമാണ്. എന്നാൽ ഈ യേശുവിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർ ചൊല്ലി വിളിപ്പാൻ കഴിവുള്ളവൻ. ആദിയിൽ ഉണ്ടാകട്ടെ എന്നുരുവിട്ട സൃഷ്ടിയുടെ ആദി കാരണ ശബ്ദത്തിൻ്റെ ഉടമയാ നിന്റെ പടകിലുള്ളത്. അവൻ്റെ വാക്കിന് വല ഇറക്കിയാൽ സംഭവിക്കുന്നത്, നിന്റെ വല വീഴുന്നത് ശൂന്യതയിലായിരിക്കും. പക്ഷേ ആ നിന്റെ ശൂന്യതയുടെ അകത്ത് ചിലതിനെ സൃഷ്ടിക്കാൻ ആ വാക്കിൻ്റെ ഉടമയ്ക്ക് കഴിയും. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുന്നത്, അഭിഷിക്തം, നീ പ്രവർത്തനം തുടങ്ങിയ സ്ഥലത്ത് ആത്മാക്കൾ വേണമെന്നില്ല. യേശുവിൻ്റെ വാക്കിനാണോ നീ വല ഇറക്കുന്നത്, അതിനെ നിറയ്ക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെ കർത്താവിന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വാക്ക് കേട്ട് നീ വല ഇറക്കിക്കോ. വല വീണിടം ശൂന്യമായിരിക്കും, പക്ഷെ ജില്ലകൾക്ക് വെളിയിൽ നിന്ന്, കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് നിന്നെ തേടിച്ചിലതിനെ കൊണ്ടുവരാൻ എൻ്റെ ദൈവം വിശ്വസ്തന. പ്രാർത്ഥിച്ചു ദൂതറ്റെടുത്തോണം. സ്തോത്രം. ശിമോൻ പറയുന്നു, ഗുരുവേ, ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എങ്കിലും നിന്റെ വാക്കിന്. അർത്ഥം, ഗുരുവേ, എൻ്റെ ഈ വല കണ്ടോ, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച വലയാ, പല മീനും കയറിയ വലയാ, പക്ഷെ പലതും പൊട്ടിച്ചുപോയി. ഇന്നിപ്പോൾ വലയ്ക്ക് വിള്ളലാണ്. ആ വിള്ളലിൽ കൂടെ കയറിയതൂടെ പുറത്തു പോകും. ഒരിക്കലും ഇനി ഇതിനകത്തൊരു
മത്സ്യക്കൂട്ടത്തിൻ്റെ കയറ്റം നടക്കത്തില്ല. കാരണം ഇതിപ്പോഴും കീറിയതാ, വിള്ളൽ വലുതാണ്, അതിലെ നഷ്ടം വരും. എങ്കിലും നിന്റെ വാക്കിന്, ഈ വാക്കിൻ്റെ പ്രത്യേകത അറിയണ്ടേ? നിന്റെ വലയ്ക്ക് എത്രത്തോളം വിള്ളലുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞിട്ടാ അവൻ നിന്നോട് പറഞ്ഞത് വലയിറക്കാൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. നിന്നെ കർത്താവ് അറിയുന്നത് പോലെ മറ്റാർക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. നിന്റെ അവസ്ഥയും നിന്റെ സാഹചര്യവും നിന്റെ ജീവിതവും നിന്റെ നൊമ്പരങ്ങളും കൃത്യമായി അറിഞ്ഞവൻ നിന്നോട് ഇടപെടുന്നതാ വലയിറക്കാൻ. അവൻ്റെ വാക്കിന് വലയിറക്കിയാൽ നിനക്ക് വേണ്ടി നടക്കുന്ന അത്ഭുതം എന്താണെന്നറിയണ്ടേ? നിന്റെ വല വീണത് ശൂന്യതയില, വല കീറിയതുമാണ്. പക്ഷേ നിന്റെ വല യേശുവിൻ്റെ വാക്കിനിറക്കിയാൽ ആദ്യം അടയുന്നത് വലയുടെ വിള്ളലായിരിക്കും. എങ്ങനെയാ വിള്ളൽ അടയുന്നതെന്ന് അറിയണ്ടേ? വലയ്ക്ക് ഒരു 3 ഇഞ്ച് വലിപ്പത്തിൽ ഒരു വിള്ളൽ ഉണ്ട് എന്നിരിക്കുക. യേശുവിൻ്റെ വാക്കിന് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ആദ്യം ആ വിള്ളൽ അടയുന്ന രീതി 3 ഇഞ്ച് വലിപ്പമുള്ള വിള്ളലിലേക്ക് 4 ഇഞ്ച് വലിപ്പമുള്ള മത്സ്യത്തെ കയറ്റി ആ വിള്ളൽ അങ്ങ് അടയ്ക്കും. ശേഷം നിന്റെ വല നിറയ്ക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളോട്, ചില വ്യക്തികളോട് ദൂതിടപെടുകയാണ്. ചില ബലഹീനതകൾ നിമിത്തം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ട്, നഷ്ടങ്ങൾ നിന്റെ ഉള്ളിൽ ഉയർന്നു വന്നിട്ട് ഇന്നലകളെക്കുറിച്ച് ഓർത്ത് നീ നൊമ്പരപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുക. അന്നങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, അന്നത്തെ തീരുമാനം ശരിയായിരുന്നെങ്കിൽ. ബലഹീനത പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നത് ബലഹീനത നിമിത്തം നഷ്ടപ്പെട്ടതോർത്ത് കരയാതെ ഇന്ന് പകൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ വാക്കിന് നീ ഒന്ന് ചുമൽ കൊടുക്കുമെങ്കിൽ നിന്റെ ബലഹീനതയെ കൃപ കൊണ്ട് അടച്ച് അവൻ നിന്നെ നിറയ്ക്കാൻ വിശ്വസ്തനാകട്ടോ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില ഭക്തന്മാരെ നോക്കി പ്രവചിക്കുക. നഷ്ടപ്പെടുത്തിയ നഷ്ടങ്ങളുടെ കാരണം ബലഹീനതയാ. പക്ഷെ ബലഹീനതയെ മൂടുന്നൊരു കൃപ സർവശക്തൻ നിന്റെ മേൽ പകരും. അതിലൂടെ നിന്റെ മേൽ ഒരു വലിയ വിടുതൽ നടക്കാൻ പോകുകയാണ്. ആത്മാവ് ഈ ദൂത് പറയുമ്പോൾ തന്നെ ഗൾഫിൻ്റെ പ്രദേശത്ത് ജോലിയോട് ബന്ധപ്പെട്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന ആ വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുക. നീ പതറാതെ യേശുവിൻ്റെ വാക്കിന് ചുമൽ കൊടുക്ക്. യേശു പറഞ്ഞതനുസരിക്ക്. നിന്റെ ശൂന്യത മാറുമെന്ന്, നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. നിയമത്തെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. നിനക്കെതിരെ നിൽക്കുന്ന നിയമത്തെ തിരുത്താൻ രാജാതിരാജാവായവൻ നിനക്കുമേൽ കർത്തൃത്വം നടത്താൻ പോകുകയാ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശീമോന്റെ പടക് നിറഞ്ഞു, വല നിറഞ്ഞു. ശീമോൻ നസ്രായന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കി പറഞ്ഞു, ഗുരുവേ, എന്നെ വിട്ടിട്ടങ്ങ് പോകണമേ, ഞാൻ നല്ലവനല്ല. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടിയാണ് ലൂക്കോസ് 5:10. യേശു ശീമോനോട്, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവൻ ആകും. ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. എന്നു മുതലാ? ഇന്നു മുതൽ. ഇനി ഒരു ചോദ്യം, ഗുരുവേ, ഇത്ര നാളും ഞാൻ കാണാത്ത ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നതെന്തിന്? ഇത്ര നാളും ഞാൻ കാണാത്ത ഈ പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നതെന്തിന്? എൻ്റെ പടക് ശൂന്യമായതെന്താ? എൻ്റെ വല ശൂന്യമായതെന്താ? എൻ്റെ എക്സ്പീരിയൻസ് തോറ്റതെന്തുകൊണ്ടാ? എൻ്റെ കഴിവ് പരാജയപ്പെട്ടതെന്തുകൊണ്ടാ? ഇതുവരെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. പലരുടെയും ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത് വന്നു? എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു? കാരണം എന്താ? ഉത്തരം ലളിതമാണ്. ശിമോനെ, നിന്റെ വല ശൂന്യമാകാൻ കാരണം എന്താണെന്നറിയാമോ? നീ മീൻ പിടിക്കാൻ ആ വലയുമായിട്ട് ഇറങ്ങിയത്. ഞാൻ ദൈവരാജ്യത്തിൻ്റെ വലയുമായിട്ടിറങ്ങി. ഞാൻ നിന്നെ പിടിക്കാൻ ഇറങ്ങിയതാ. നീ മീൻ പിടിക്കാൻ ഇറങ്ങി, ഞാൻ നിന്നെ പിടിക്കാൻ ഇറങ്ങി. നീ എൻ്റെ വലയ്ക്കകത്ത് കുടുങ്ങുന്നത് വരെ നിന്റെ വല ശൂന്യമായിരിക്കും. ബിസിനസ് സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്ന കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുകയാകട്ടോ. യേശുവിൻ്റെ വലയ്ക്കകത്ത് കുടുങ്ങുന്നത് വരെ നിന്റെ വല ശൂന്യമായിരിക്കും. ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ യേശുവിൻ്റെ വാക്കിന്, യേശുവിൻ്റെ ഇഷ്ടത്തിന്, യേശുവുമായി ഒന്ന് ചേരാൻ, യേശുവുമായി ഒന്ന് ചേർന്ന് നടക്കാൻ നീ തീരുമാനമെടുത്താൽ നിന്റെ ഭൗതികത്തിൽ അത്ഭുതം നടക്കും. യേശു ശീമോനോട് പറയും, ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും. ശീമോൻ അന്ന് പിടിച്ചില്ല, ആ മാസം മനുഷ്യനെ പിടിച്ചില്ല, ആ വർഷം മനുഷ്യനെ പിടിച്ചില്ല. യേശുവിനോടൊപ്പമുള്ള 3.5 വർഷവും മനുഷ്യനെ പിടിച്ചില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കും. അതുകൊണ്ട് കർത്താവ് പറയുക, ഇന്നു മുതൽ ആ ഡേറ്റ്
സ്പെസിഫൈ ചെയ്യുക, ഇന്ന് മുതൽ നീ മനുഷ്യനെ പിടിക്കും. പക്ഷേ അന്ന് പിടിച്ചില്ല, ആ വർഷം പിടിച്ചില്ല, 3.5 വർഷവും പിടിക്കാൻ പറ്റില്ല മനുഷ്യനെ. കാരണം ദൂത് പറഞ്ഞ കർത്താവ് തെറ്റിയതാണോ? അല്ല. പിന്നെന്താ? ഈ ദൂത് നിവൃത്തിയായത് മാളിക മുറിയില്ല. ശീമോൻ, നീ കേട്ട ഈ ദൂത് 3.5 വർഷം വൈകി. കാരണം ദൂത് പറഞ്ഞ ദൈവമല്ല, നീ കാരണം. ശീമോന്റെ ദൂത് വൈകാൻ 5 കാരണങ്ങൾ, ആ വാഗ്ദത്തത്തിന്റെ ഡിലേ 5 കാരണങ്ങൾ കൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്. ഒന്ന്, ശിമോന്റെ സ്വയപ്രശംസയ, സ്വയ കഴിവിലും സ്വന്തം കരുത്തിലുമുള്ള ആശ്രയം. ലൂക്കോസ് 22 31 മുതൽ 33 വരെ വായിക്കുമ്പോൾ കാണാം, ശിമോൻ കർത്താവുമായുള്ളൊരു സംഭാഷണമാണ്. കർത്താവ് പറഞ്ഞു, ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നീ ഒരു സമയം തെറ്റിപ്പോകും, പിന്നെ തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും. നീ ഒരു സമയം തെറ്റിപ്പോകും, പിന്നെ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും. നീ ഒരു സമയം തെറ്റിപ്പോകും, തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ നീ ഉറപ്പിക്കും. ഇതൊരു മഹനീയ ദൂത. ഇതിനോട് ശീമോന്റെ പ്രതികരണമാണ് അടുത്തത് വായിക്കുന്നത്. ഗുരുവേ, അങ്ങനല്ല, ഞാൻ നിന്റെ കൂടെ മരിക്കാനും തടവിലാകാനും ഒരുങ്ങിയിരിക്കുക. ഇവിടെ ശീമോനോട് കർത്താവ് പറഞ്ഞത്, ശീമോനെ, നിന്നെ സാത്താൻ പാറ്റാൻ പോവുക, നീ തെറ്റിപ്പോകും, തിരിച്ചു വന്ന് നീ ഉറപ്പിക്കും, സഹോദരന്മാരെ നീ ഉറപ്പിക്കും, ഒരു വലിയ അതോറിറ്റി ഞാൻ നിനക്ക് തരും, നീ ഉറപ്പിക്കും. പക്ഷെ ശീമോന്റെ ആ കോൺഫിഡൻസ് കണ്ടോ? ശീമോൻ പറയുന്നു, നീ പറഞ്ഞ പോലൊന്നും അല്ല ഗുരുവേ, നീ വിചാരിക്കുന്ന പോലൊന്നുമല്ല, ഞാൻ മരിക്കാനും തടവിലാകാനും എല്ലാം തയ്യാറായിട്ടിരിക്കുക. ഇതാണ് ശീമോന്റെ സ്വഭാവം. ദൈവം പറഞ്ഞ ദൂതിനേക്കാൾ, സർവശക്തന്റെ ആ വെളിപ്പാടിനേക്കാൾ ശീമോന്റെ കഴിവിലും ശീമോന്റെ കരുത്തിലും ഒരു ആശ്രയമുണ്ട്. ശീമോൻ വിചാരിച്ചു എന്നെ കൊണ്ട് കഴിയുമെന്ന്. പക്ഷേ ശീമോന്റെ ജീവിതത്തിലെ ദൂത് 3.5 കൊല്ലം വൈകാനുള്ള ഒന്നാമത്തെ കാരണം സ്വയാശ്രയമാണ്. പലപ്പോഴും ദൈവിക പദ്ധതിയിലേക്കുള്ള യാത്രയിൽ പലതും നമ്മിൽ നിന്ന് അകലാനുള്ള കാരണം ദൈവമല്ലാത്ത പലതിലും നാം ആശ്രയിക്കാറുണ്ട്. ജഡത്തിൽ ആശ്രയിക്കരുത്, സ്വയത്തിൽ ആശ്രയിക്കരുത്, പണത്തിൽ ആശ്രയിക്കരുത്, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കരുത്, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ആശ്രയം ദൈവത്തിൽ മാത്രമാകണം. ഒരു ഭാഗ്യവാൻ ആരാകുന്നു? യഹോവ ഭക്തനാണ് ഭാഗ്യവാൻ. ആ ഭാഗ്യവാനായി മാറുന്നതിൻ്റെ കാരണം ദൈവം തന്നെ ആശ്രയം, ദൈവം മാത്രം ആശ്രയം. ദൈവമല്ലാതെ ഒരാശ്രയം എനിക്കില്ല. ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. ശീമോന്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ബലഹീനത മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, 14:37. ഗത്സമേനയിലെ പ്രാർത്ഥനയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കർത്താവ് തട്ടുകൾ പലതാണ് തിരിച്ചിരിക്കുന്നത്. 8 പേർ ആ ഗത്സമേനയുടെ പുറത്താണ്, താഴ്വാരത്തിൽ. ഗത്സമേനയിലേക്ക് വരുമ്പോൾ 3 സംഘമാണുള്ളത്, പത്രോസും യോഹന്നാനും യാക്കോബും. അവർ 3 പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആ കർത്താവ് ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി നടത്തുന്ന പ്രാർത്ഥന. ശിഷ്യന്മാരുടെ അരികത്ത് വരുമ്പോൾ അവർ നല്ല ഗാഠനിദ്രയിൽ, 3 സംഘത്തിൽ അവർ ഗാഠനിദ്രയിൽ ആണ്ട് കിടക്കുമ്പോൾ ആ 3 സംഘത്തിൽ ശീമോനോട് കർത്താവ് ചോദിക്കുക, ശീമോനെ, നീ ഉറങ്ങുന്നു? ആ ചോദ്യം വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. ശിമോനെ, നീ ഉറങ്ങുന്നു? യോഹന്നാനും യാക്കോബും ഉറങ്ങുന്നതല്ല എനിക്ക് വിഷയം. താഴെ 8 പേരുണ്ട്, അതും എനിക്ക് വിഷയമല്ല. നീ ഉറങ്ങുന്നു? നിനക്കുറങ്ങാൻ കഴിയുമോ ഈ രാത്രി? കാരണം ഈ രാത്രി ഇവരെക്കാൾ കൂടുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം പരീക്ഷ ഇവർക്കല്ല, നിനക്കാ പരീക്ഷ. ഈ രാത്രി നിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായക നിമിഷമാണ്. കാരണം സാത്താൻ ഗോതമ്പ് പോലെ പാറ്റാൻ നിന്നെ കിട്ടുമോ എന്നാ എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിച്ചില്ലേലും നീ പ്രാർത്ഥിക്കണ്ടേ? ഇവരാരും കാണാത്തൊരു വെളിപ്പാടല്ലേ നീ എന്നെക്കുറിച്ച് പ്രാപിച്ചത്? അതുകൊണ്ട് നിനക്കെങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഇവരാരും കേൾക്കാത്ത ദൂതല്ലേ നീ കേട്ടത്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന്. ആ നിനക്കെങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? ഇവരാരും അനുഭവിക്കാത്ത അത്ഭുതമല്ലേ നീ അനുഭവിച്ചത്? പടകിൽ തിരതള്ളിക്കയറുമ്പോൾ തിരകൾക്കു മീതെ എന്നെ കണ്ടപ്പോൾ നടക്കാൻ കൊതിച്ചിറങ്ങിയ നീ മുങ്ങാതിരിക്കാൻ നിന്റെ കരത്തിലല്ലേ ഞാൻ പിടിച്ചത്? ഇവരാരും ആവശ്യപ്പെടാത്തതല്ലേ നീ എന്നോട് ആവശ്യപ്പെട്ടത്?
മരുഭൂമിയിൽ രൂപാന്തരപ്പെട്ട എൻ്റെ തേജസ് കണ്ടപ്പോൾ നീ പറഞ്ഞത് ഇവിടെ കുടിലുണ്ടാക്കാം, എനിക്ക് നിന്നോടുകൂടെ ഒരുമിച്ച് പാർക്കണമെന്നല്ലേ? ഇത്രത്തോളം വ്യത്യസ്തതകൾ ജീവിതത്തിൽ സൂക്ഷിച്ച ശീമോനെ നിനക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞു? പ്രിയരെ, കർത്താവേൽപ്പിച്ച ചില ദൗത്യങ്ങളിൽ ക്ഷീണിച്ചു പോകരുത്. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം വരാം, വ്യക്തികളിലൂടെ സമ്മർദ്ദം വരാം, നേതാക്കന്മാരിലൂടെ, അധികാരസ്ഥരിലൂടെ നമുക്കെതിരെ സമ്മർദ്ദങ്ങൾ നേരിടാം. പക്ഷെ അതിൻ്റെ നടുവിൽ ഭക്തൻ പതറരുത്. നിനക്ക് നിയോഗം തന്നത് ദൈവമാണ്, വിളിച്ചത് ദൈവമാണ്. പ്രാർത്ഥന കുറയ്ക്കാനല്ല, വർദ്ധിപ്പിക്കാനാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. ശീമോന്റെ ജീവിതത്തിന്റെ അടുത്ത ബലഹീനത രേഖപ്പെടുത്തുന്നത് യോഹന്നാനാണ്. 18:10 വായിക്കുന്നു, ശീമോൻ തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസന്റെ കാതറുത്തു കളഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന മഹനീയമായ വെളിപ്പാട് പ്രാപിച്ചവൻ ആ വെളിപ്പാട് നഷ്ടപ്പെടുത്തി. എന്തിനാ കർത്താവ് ആ രാത്രി അവസാന പ്രസംഗം ഇവരോട് പറഞ്ഞത്? നിങ്ങൾ എങ്കൽ ഇടറാതിരിക്കാൻ. ഏറ്റവും വലിയ മഹനീയമായ ഉറപ്പിന്റെ ദൂത് കേട്ട ആ രാത്രി ശീമോൻ അത് മുഴുവൻ മറന്നു കളഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവിക ആലോചന കേട്ട്, ദൈവികമായ ദൂതുകളും പ്രവചനങ്ങളും ഒക്കെ കേട്ട് കർത്താവിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ പൈതലേ, പ്രശ്നങ്ങൾ ആർത്തലിച്ച് വരുമ്പോഴേ നീ പിടിച്ചു നിൽക്കേണ്ടത് ഈ ദൂതിലാണ്. ദൈവം പറഞ്ഞ വെളിപ്പാടിൽ, ദൈവം പറഞ്ഞ ആലോചനയിൽ, ദൈവം അരുളി ചെയ്ത ആ ദൈവിക സന്ദേശങ്ങൾ, ആ നിയോഗങ്ങളിലാണ് പിടിച്ചു നിൽക്കേണ്ടത്. പരിശുദ്ധാത്മാവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തളർന്നു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, ഏൽപ്പിച്ചത് ചെയ്യാൻ തയ്യാറാകണം. ദൈവം തന്ന വെളിപ്പാടുകൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ശീമോന്റെ ജീവിതത്തിന്റെ അടുത്ത ബലഹീനത ലൂക്കോസ് 22:54 വായിക്കുന്നു, യേശുവിനോട് അകലം വിട്ടു പിഞ്ചുന്നു. കൂടിരിക്കാമെന്നാ പറഞ്ഞത്, കൂടെ കാണുമെന്ന് പറഞ്ഞവന്, പക്ഷേ യേശുവിനോട് അകലം വിടാൻ തുടങ്ങി. അവനോട് അടുത്തിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ദൈവത്തിനോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് അകലരുത്. ലോകത്തിൽ ഏതെല്ലാം മനുഷ്യരകന്നാലും ദൈവത്തോട് അകലരുത്. പലപ്പോഴും നമുക്ക് ദൈവത്തെ അകറ്റിയാലും മനുഷ്യർ അടുത്ത് നിൽക്കണമെന്ന് ആശിക്കുന്നവരാ. ഒരു അപകടമുണ്ട് കേട്ടോ. മനുഷ്യർ ചിലത് നമ്മോട് അടുത്താൽ ദൈവം അകലും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി, ദൈവത്തിൻ്റെ ആലോചന കേട്ട് ഉൽപ്പത്തി പുസ്തകം 12 ദൈവശബ്ദത്തിൻ്റെ വ്യക്തമായ ബ്ലൂ പ്രിന്റും പ്രാപിച്ച് കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടയാളാണ്. ഉൽപ്പത്തി 12 ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. പിന്നീട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉൽപ്പത്തി 13:14 അപ്പോൾ ഉൽപ്പത്തി 13:14 എന്ന ആ ഭാഗം വരും ശ്രദ്ധിക്കുമ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞു. തെക്കേ ദേശത്ത് ബഹുസമ്പന്നനായി ആടും മാടും കഴുതയൊക്കെ ഉണ്ടായി, ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ദൈവശബ്ദമില്ല. ഉൽപ്പത്തി 12:1 സംസാരിച്ച ദൈവം ഉൽപ്പത്തി 13:14 എഴുതുന്നത് ഇങ്ങനെയാ, ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട്. അപ്പോൾ ഇത്ര നാളായിട്ടും അബ്രഹാമിനോട് ദൈവമേ നീ അരുളപ്പാട് പറയാഞ്ഞതെന്താ? കാരണം ലോത്ത് കൂടുള്ള കാലത്തോളം ദൈവത്തിന് സംസാരിക്കാൻ കഴിയില്ല. ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ കുഞ്ഞെ ചില സൗഹൃദങ്ങൾ വേണ്ടെന്ന് വെക്കണം കേട്ടോ. നിന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത പാർട്ട്ണർഷിപ്പിന് നീ പോകരുത്. ചില വഴികൾ അടയുന്നത് നിന്റെ ബിസിനസ്സിൻ്റെ ചില നഷ്ടങ്ങളുടെ, ചില വേദനകളുടെ കാരണം ദൈവം ഇഷ്ടപ്പെടാത്ത ചില സൗഹൃദങ്ങൾ, ദൈവം ഇഷ്ടപ്പെടാത്ത ചില ബന്ധങ്ങൾ, ദൈവം അംഗീകരിക്കാത്ത ചില കൂട്ടുകെട്ടുകൾ പലപ്പോഴും നാം വലുതെന്ന് കരുതുന്നു. പക്ഷേ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇല്ലാത്ത ചിലത് നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ദൈവത്തിന് പലപ്പോഴും നിന്റെ അരികിലേക്ക് വരാൻ കഴിയുന്നില്ല. ആകയാൽ മനുഷ്യരിൽ ചിലതിനോട് നീ അകലം പാലിക്കുമ്പോൾ ദൈവം നിന്റെ അരികിൽ വരും. അതെ, ദൈവത്തെ അടുപ്പിച്ച് നിർത്തണം. ദൈവത്തോട് അടുത്തിരിക്കുക, അതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ശിമോന്റെ ജീവിതത്തിന്റെ 5ാമത്തെ ബലഹീനത ലൂക്കോസ് 22 അതിൻ്റെ 55 വാക്യത്തിൽ വായിക്കുന്നു, അവർ നടുമുറ്റത്തിന്റെ മധ്യത്ത് തീ കത്തിച്ച് ഇരുന്നപ്പോൾ ശീമോനും അവരുടെ നടുവിൽ ഇരുന്നു. ശീമോൻ, യേശുവിനോട് കൂടെ ഇരിക്കാനല്ലേ നിന്നെ വിളിച്ചത്?
യേശുവിനെ വിട്ട് പിരിയില്ലെന്നല്ലേ നിന്റെ തീരുമാനം? യേശുവിനോടുകൂടെ മരുമലയിൽ കുടിൽ കെട്ടി പാർക്കണമെന്നല്ലായിരുന്നു നിന്റെ ആഗ്രഹം? നിന്നെ വിട്ട് ഞാൻ എവിടെ പോകും എന്ന് ചോദിച്ചവനല്ലേ? പക്ഷെ ഇതാ ആ കഷ്ടാനുഭവത്തിന്റെ ആ രാത്രി യേശുവിനെ വിട്ടിട്ട് ഹിതമല്ലാത്തവരുടെ നടുവിൽ നീ ഇരുന്നതാണ് ഏറ്റവും വലിയ അപകടം. എന്താ സംഭവിച്ചത്? യേശു നഷ്ടപ്പെട്ടു, സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ത്രാണിയില്ലാതെ ഉടഞ്ഞുപോയത് അവിടെയല്ലേ? ദൈവം ഇഷ്ടപ്പെടാത്തിടത്ത് ദൈവമയിൽ ഇരിക്കരുത്. ശിമോൻ ആ രാത്രി കോഴി 3 വട്ടം കൂവുമ്പോൾ യേശുവിൻ്റെ നോട്ടത്തിൻ്റെ മുൻപിൽ ഉള്ളം നൊന്ത് ഉടഞ്ഞ് അലറിക്കരയുകയാണ്. ഉയർത്തെഴുന്നേറ്റ് നസറായൻ തിബരിയോസ് കടൽക്കരയിൽ ശിമോനെ കാത്തു നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഗന്നസരത്ത്, തിബരിയോസ്, ഗലീലക്കടൽ എന്നും മറുപേരുള്ള ഇടത്ത് തന്നെ യോഹന്നാൻ ആ ഭാഗം എഴുതി വിവരിക്കുകയാണ്. ആ രാത്രി 3.5 കൊല്ലം മുൻപ് എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ഇന്ന് നിൽക്കുകയാണ്. ജീവിതത്തിന്റെ കുറവുകൾ കൊണ്ട്, ജീവിതത്തിന്റെ ബലഹീനതകൾ കൊണ്ട് ഒരു ചുവട് മുൻപോട്ട് കയറാൻ കഴിയാതെ അവിടെ തന്നെ നിൽക്കുന്ന ശീമോനെ തേടി കർത്താവ് വന്നു. ശീമോന്റെ അരികിൽ കർത്താവിന്റെ ഇടപെടൽ ആ ഭാഗത്ത് ഇങ്ങനെയാ കാണുന്നല്ലോ. യോഹന്നാൻ 21 അധ്യായത്തിൽ യേശുവുമായുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ അവസാനത്തോട് അടുക്കുകയാണ്. കർത്താവ് ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ. നീ എന്നെ സ്നേഹിക്കുന്നു? ഉവ്വ് കർത്താവേ. നീ എന്നെ സ്നേഹിക്കുന്നു? നീ അറിയുന്നു. ശീമോന്റെ ആ സമർപ്പണത്തെ തുടർന്ന് നസ്രായന്റെ വാക്ക്, എന്നെ അനുഗമിക്കുക. എവിടേക്കാണ് അനുഗമിക്കേണ്ടത്? നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ഒരു മാളിക മുറിയുണ്ട്. മാളിക മുറിയിലേക്ക് നീ ഒന്ന് കയറുമോ? മാളിക മുറിയുടെ അകത്തളത്തിലേക്ക് പ്രവേശിച്ച ശീമോൻ ഉൾപ്പെടുന്ന വലിയൊരു കൂട്ടം, മാളിക മുറിയുടെ ആഹ്വാനം സ്വീകരിച്ച് മാളിക മുറിയിലേക്ക് വന്ന ഒരു വലിയ കൂട്ടം യേശു ഉയർത്തെന്ന് 500-ലധികം പേർ കണ്ടതാണ്. 500-ലധികം പേർക്ക് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നു. അങ്ങനെങ്കിൽ 500-ലധികം പേർ യേശു ഉയർത്തു എന്നറിഞ്ഞു. എന്നാൽ മാളിക മുറിയിലേക്ക് വരുമ്പോൾ ആ സംഖ്യ 120 പരിമിതപ്പെടുകയാണ്. 380 പേരും വരാത്ത മാളിക മുറി. ആ മാളിക മുറിയിൽ യേശുവിൻ്റെ മാതാവിനോടൊപ്പം 120 പേരടങ്ങുന്ന സംഘം കാത്തിരിക്കുന്നു. ഒരുമനപ്പെട്ട് ഒന്നിച്ച് പ്രാർത്ഥന കഴിച്ചുകൊണ്ട് പോവുക. ആ മാളിക മുറിയിൽ പ്രസംഗിക്കാൻ അവസാന നിമിഷത്തോടടുക്കുമ്പോൾ, ആ ദൈവസഭയുടെ ചരിത്രം എഴുതി കുറിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു നിർണായക പ്രസംഗത്തിന് ഈ ശീമോനെ എഴുന്നേൽപ്പിച്ചതാരാ? സ്തോത്രം. അവൻ എഴുന്നേറ്റു, അവൻ്റെ വാക്ക് കൈക്കൊണ്ടു. ഇതൊരു എഴുതപ്പെട്ട പ്രമാണം സിസ്റ്റമാറ്റിക്കായിട്ട് അവിടെ ഇല്ല. 5 മിനിറ്റ് ശീമോൻ, 1 മിനിറ്റ് ദീദിമോസ്, 30 മിനിറ്റിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ യാക്കോബ്, അങ്ങനൊരു സിസ്റ്റമില്ല. പക്ഷേ ഈ വലിയ 120 പേരുടെ സംഘം, പുറത്തുള്ള ബഹുശതം ശീമോനെ എഴുന്നേൽപ്പിച്ചതാരാ? പരിശുദ്ധാത്മാവാം ദൈവം ആ മാളിക മുറിയിൽ ശീമോനുമായിട്ടൊന്ന് ഐക്യതപ്പെടുക. എന്തുകൊണ്ട് ശീമോനെ എഴുന്നേൽപ്പിച്ചു? ഈ 120 പേരിൽ ഏറ്റവും അധികം കരഞ്ഞത്, ഏറ്റവും അധികം ഉടഞ്ഞത്, ഏറ്റവും അധികം മുറിപ്പെട്ടത് ശീമോന. കാരണം ശക്തി ധരിക്കുവോളം മാളിക മുറിയിൽ ഇരിക്കാൻ അരുളി ചെയ്ത അരുമനാഥന്റെ വാക്കാതുപോലെ ഉൾക്കൊണ്ട് ശീമോനായിരിക്കുക. കാരണം 3.5 വർഷത്തെ പഴയ കണക്കെടുത്താൽ നഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഇല്ലായ്മകൾ, അതിനെല്ലാം ഉപരി 3 ഇടത്ത് ഉയർന്നു വന്ന ചോദ്യം, പരാജയം മാത്രം. തോറ്റുപോയവനാണ്, ജീവിതത്തിൽ തോറ്റുപോയവൻ, ശുശ്രൂഷയിൽ തോറ്റുപോയവൻ, വാക്കിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടവൻ മാളിക മുറിയിൽ നൊന്തു നീറി കരയുകയാണ്. കാരണം പുറത്തുള്ളവരെ എനിക്കറിയാം. യേശു പറഞ്ഞ വാക്കിൻ്റെ ആകത്തുക ശീമോന്റെ അന്തരാത്മാവിൽ കത്തുകയാണ്. പുറത്തുള്ളവരെ എനിക്ക് നന്നായി അറിയാം. പുറത്താരാണെന്ന് എനിക്കറിയാം. അവരുടെ ചോദ്യത്തിന് പോലും എൻ്റെ പഠിപ്പ് കൊണ്ടോ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഉത്തരം പറയാൻ എനിക്ക് ത്രാണിയില്ലെന്നുള്ള ഉറപ്പോടെ ശീമോൻ നൊന്തു നീറി പ്രാർത്ഥിക്കുകയാണ്. ഈ പകലിൽ ഈ മന്ത് ഓഫ് യൂണിറ്റി എന്ന ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഈ നിമിഷം ആയിരിക്കുന്ന ഇടത്തുനിന്ന് മുഴങ്കാൽ മടക്കാമോ കുഞ്ഞെ? ഇന്ന് നിന്നെ പണിയാൻ പോകുകയാണ്. നിന്റെ പരാജയങ്ങൾ, നിന്റെ ശൂന്യതകൾ, ഇന്ന് പകൽ പണിതെടുക്കുന്ന മാളിക മുറി, നിന്റെ ജീവിതത്തിൽ
മാളികമുറി, ഇതിൽ സാഹചര്യം ഏതുമാകട്ടെ, മാളികമുറി ഉണ്ടാകുന്നതല്ല, മാളികമുറി ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ മാളികമുറി ഉണ്ടാക്കുന്നത്? ഒരുമനപ്പെടുക, പ്രാർത്ഥിക്കുക എന്ന് ഈ നിമിഷം തീരുമാനമെടുക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക, ഒരു വലിയ ദൈവമഹത്വം ചില വ്യക്തികളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ നിമിഷം ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ചില വ്യക്തികളെ കാണുന്നുണ്ട്. ചില അഭിഷിക്തന്മാരെ നോക്കി പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. പരാജയത്തോടെ നീ ഈ സന്ദേശം കേൾക്കുന്നത്. നഷ്ടങ്ങൾ ഒരുപാട് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഭാരപ്പെടാതെ നിന്നെ പണിയാൻ പോകുകയാണ്. ചില രോഗികൾ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് ഭവനത്തിലായിരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിസ പ്രോബ്ലം കർത്താവ് കൈയേറ്റ് കഴിഞ്ഞു. ഒരു വലിയ വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. ചില തലമുറകളെ ചൊല്ലി ഞരങ്ങുന്ന ചില മാതാവ്, എനിക്കിനി എന്തിനിങ്ങനൊരു ജീവിതമെന്ന് സ്വയം ശപിച്ച് നീ ആയിരിക്കുക. തളരാതെ നിന്റെ തലമുറയുടെ നന്മ നീ കാണാൻ പോവുകയാണ്. കർത്താവേ, പ്രാർത്ഥിക്കുന്നു, മാളികമുറിയുടെ മഹാത്ഭുതം ഇപ്പോൾ വെളിപ്പെടട്ടെ. ചില വാഗ്ദത്തങ്ങളുടെ കുരുക്കുകൾ അഴിയട്ടെ. അഭിഷിക്തന്മാരിലെ ശുശ്രൂഷയുടെ വലിയൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. അല്പസമയം നാം ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്ന വേള, നിങ്ങളായിരിക്കുന്ന ഇടത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ഒന്ന് തൊടാൻ പോകുക കേട്ടോ. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൻ്റെ അകത്തളത്തിൽ നീ കാണുന്ന ഈ ചെറിയ മൊബൈൽ ഡിസ്പ്ലേയിൽ കൂടെ നീ വാഹനത്തിൽ ഇരുന്നാ കാണുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പോൾ തൊടാൻ പോകുകയാണ്. ജീസസ്, യേശുവിൻ നാമത്തിൻ്റെ വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. അല്പസമയം എല്ലാവരും അന്യഭാഷയിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ ദൈവ മഹത്വം നിങ്ങളെ തൊടാൻ പോകുകയാണ്. ഇന്ന് നീ ആയിരിക്കുന്ന ഇടം മാളിക മുറിയായി മാറുകയാണ്. പരിശുദ്ധാത്മാവുമായി അഭേദ്യമൊരു യൂണിറ്റി. ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫ് മാറി മറിയാൻ പോകും. ഒരു പുതിയ ചരിത്രം നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ തലമുറയിൽ, നിന്റെ കുടുംബത്തിൽ രചിക്കപ്പെടാൻ പോകുക. എല്ലാവരും ചേർന്ന് അല്പസമയം അന്യഭാഷയിൽ നമുക്ക് ആരാധിക്കാം. ആ വേള നമുക്കൊരുമിച്ച് പാടി അല്പസമയം കർത്താവിനെ നമുക്ക് ആരാധിക്കാം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ, ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയം. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം,
ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും ചേർന്ന് പാടിയാട്ടെ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ഓ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ഓ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനെയും. സിയോൻ യാത്രയതിൽ മനമേ ഭയം ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി ഉറപ്പോടെ പാടിയട്ടെ. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയിൽ